നാം ആരാധിക്കേണ്ടത് എന്തുകൊണ്ട്? ഏവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം ആരാധനയെപ്പറ്റി അല്ലെങ്കിൽ ആരാധനയുടെ ഒരു വശത്തെപ്പറ്റി ചില ചിന്തകൾ ഒരു വീഡിയോയിൽ കൂടെ ഏവരുമായി പങ്കിട്ടിട്ടുള്ളതാണ്. അതിൽ ആരാധനയും അറിവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി നമുക്ക് പ്രത്യേകമായ ശ്രദ്ധയുണ്ടാകണം എന്ന ആശയം ഏവരുമായി പങ്കിടുവാൻ സാധിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. അതിനോടനുബന്ധിച്ചുള്ള ഒരു ചിന്തയാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം. നാം എന്തുകൊണ്ട് ആരാധിക്കണം? ക്രമമായി ആരാധിക്കണം, ആരാധനയ്ക്കുള്ള സമയം മുറ തെറ്റിക്കാതെ പാലിക്കണം, ഞായറാഴ്ച തോറും ആരാധിക്കാൻ പള്ളിയിൽ വരണം, ആരാധന ഇപ്രകാരമാണ് എന്നൊക്കെ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നുവെങ്കിലും ഏറ്റവും അടിസ്ഥാനപരമായൊരു ചോദ്യത്തിന് പലപ്പോഴും ഉത്തരം നൽകാതിരിക്കുകയാണ്. ആ ചോദ്യമാണ് നാം പരിഗണിക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഞാൻ എന്തുകൊണ്ട് ആരാധിക്കണം? എപ്രകാരം ആരാധിക്കണം എന്ന ചോദ്യം അപ്രസക്തമല്ല എന്നിരിക്കെ തന്നെ അതിൻ്റെ പ്രസക്തി സമ്മതിച്ചുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ആരാധിക്കണം എന്ന അതിനേക്കാൾ ശ്രദ്ധേയമായ ചോദ്യം പരിഗണിക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. ഗ്രീക്ക് ഫിലോസഫറായിരുന്ന പ്ലേറ്റോ പറയുമായിരുന്നു, ഏറ്റവും ശ്രദ്ധേയമായ ചോദ്യം, ഏറ്റവും അവഗണിക്കാൻ പാടില്ലാത്ത ചോദ്യം വൈ, എന്തുകൊണ്ട്. എന്തുകൊണ്ട്, വൈ. ആ ചോദ്യം ചോദിക്കാനുള്ള കടമ ഏവർക്കുമുണ്ട്. മനുഷ്യൻ്റെ കടമയാണത്. നാം എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കണം, വൈ ഷുഡ് ഐ ഡു ദിസ്, വൈ. അപ്പോൾ അപ്രകാരമുള്ള ഒരു പരിഗണനയാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന് ആമുഖമായി ഞാൻ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നാം ഏത് പ്രവൃത്തി ചെയ്താലും അതിന് ഒരു ലക്ഷ്യമുണ്ടായിരിക്കും, അതിൽ നിന്ന് ഒരു പ്രതീക്ഷയുണ്ടായിരിക്കും. ലക്ഷ്യമില്ലാതെ പ്രവർത്തിക്കുന്നത് സാമാന്യ ബുദ്ധിക്ക് യോജിക്കുന്നതല്ല. അത് ഭ്രാന്തിൻ്റെ സ്വഭാവമാണ്. ഭ്രാന്തന്മാരെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവർ സംസാരിച്ചു കൊണ്ടേയിരിക്കും, അല്ല ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഷേക്സ്പിയറിൻ്റെ ഒരു നാടകത്തിൽ മക്ബത്തിൽ ലേഡി മക്ബത്ത് അവൾ ചെയ്ത കുറ്റകൃത്യത്തിന്, അല്ല തൻ്റെ ഭർത്താവിനെ കൊണ്ട് ചെയ്യിച്ച ഘോരമായ കുറ്റകൃത്യത്തിൻ്റെ ആ പാപബോധം അവളുടെ മനസ്സിനെ തകർത്ത് കളയുമ്പോൾ അവൾ ഉറക്കത്തിൽ എഴുന്നേറ്റ് കൈ കഴുകിക്കൊണ്ടേയിരിക്കും. അതെന്തിനാണ് എന്ന് ആ ക്യാരക്ടറിനോട് ചോദിച്ചാൽ, കഥാപാത്രത്തിനോട് ചോദിച്ചാൽ അവളങ്ങനെ ചെയ്തെന്ന് പോലും സമ്മതിക്കുകയില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്ന് പിന്നെ ചോദിച്ചിട്ട് കാര്യമുണ്ട്. അപ്പം അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അല്ലാത്തിടത്തോളം കാലം നോർമൽ എന്ന് നാം കരുതുന്ന കാര്യങ്ങളിൽ, സാഹചര്യങ്ങളിൽ, വ്യക്തികളിൽ നാം എപ്പോഴും ചോദിക്കേണ്ട ചോദ്യം എന്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നാം എന്തുകൊണ്ട് ആരാധിക്കണം എന്ന ചോദ്യം വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളായിരിക്കുന്ന സഭയിൽ ചുമതല വഹിക്കുന്ന പുരോഹിതനോട്, അല്ലെങ്കിൽ പുരോഹിതൻ്റെ ചുമതല വഹിക്കുന്ന മെത്രാനോട് ചോദിക്കണം, ഞാൻ എന്തുകൊണ്ട് ആരാധിക്കണം, ഞാൻ എന്തിനു വേണ്ടി ആരാധിക്കണം. അപ്പോൾ എന്ത് ഉത്തരം കിട്ടുമെന്നുള്ളത് നമുക്ക് ഒന്ന് സാമ്പിൾ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് വളരെയധികം പ്രയോജനമുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സജഷൻ, ഒരു നിർദ്ദേശം നൽകുന്നത്. പരക്കെയുള്ള ധാരണ, നാം ദൈവത്തെ ആരാധിക്കുന്നത് ദൈവത്തോടുള്ള കടമ നിർവഹിക്കുന്നു എന്നുള്ളതാണ്. നാം അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. കാരണം ആരാധിച്ചില്ലെങ്കിൽ ദൈവം കോപിക്കും. ഞാൻ സൺഡേ സ്കൂളിൽ പഠിച്ച കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, എന്നെ പഠിപ്പിച്ച ടീച്ചർ എന്നോട് പറഞ്ഞു, എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചില്ലെങ്കിൽ യേശു അപ്പച്ചൻ അടിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നാം എന്തുകൊണ്ട് ആരാധിക്കണം? അടി കൊള്ളാതിരിക്കാൻ പ്രാർത്ഥിക്കണം. ഇപ്രകാരമുള്ള ഒരു അടിത്തറയിലാണ് നമ്മുടെ മതപരമായ ധാരണകൾ ഒട്ടുമുക്കാലും സ്ഥിതി ചെയ്യുന്നത് എന്നത് തിരിച്ചറിയാൻ വലിയ പ്രയാസമൊന്നുമില്ല. അതുകൊണ്ടാണ് എന്തുകൊണ്ട് എന്ന ചോദ്യം എപ്പോഴും എന്നെ മഥിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ നാം ആരാധിക്കുന്നത് ദൈവത്തോടുള്ള കടമ.
അപ്പോൾ നമ്മൾ സർക്കാരിനോടുള്ള കടമ നിർവഹിക്കുന്നത് രണ്ട് വിധത്തിലാണ്. നികുതി കൊടുക്കുക, നിയമം പാലിക്കുക. ഈ രണ്ട് കടമ മാത്രമേ ഉള്ളൂ. സർക്കാരിനോട് ഉള്ള കടമ നിർവഹിക്കുന്നു, എപ്രകാരം നികുതി കൊടുക്കുന്നു, നിയമം പാലിക്കുന്നു. അപ്പോൾ ദൈവത്തോടുള്ള കടമ എങ്ങനെയാണ് നിർവഹിക്കുന്നത്? ആരാധിക്കുന്നു. ആ കടമ കൊടുത്തില്ലെങ്കിൽ, ഇപ്പോൾ ടാക്സ് കൊടുത്തില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നിയമം ലംഘിച്ചാൽ അറസ്റ്റ് ചെയ്യപ്പെടും. എന്നതുപോലെ തന്നെ ദൈവത്തോടുള്ള കടമ നിർവഹിച്ചില്ലെങ്കിൽ വലിയ അപകടമുണ്ടാകും. അപ്പോൾ ദൈവം സ്നേഹമാണെന്ന് പഠിപ്പിക്കുകയും ദൈവത്തോടുള്ള ബന്ധം പുലർത്തുന്ന ആരാധന എന്ന അനുഭവം വെറും ഭയത്തിൽ മാത്രം ഒതുക്കുകയും തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നത് പഠിപ്പിക്കുകയും ചെയ്യും. ആ വിരോധാഭാസം അറിയാൻ പ്രയാസമില്ല എന്ന് കരുതുകയാണ്. ദൈവം സ്നേഹമാകുന്നു, പക്ഷേ സ്നേഹമായ ദൈവത്തെ നാം ആരാധിക്കേണ്ടത് ഭയത്തിൽ കൂടെ മാത്രമാണ്. എന്നാൽ അതേസമയം തന്നെ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. ഇത് ഒരു വലിയ വിരോധാഭാസമാണെന്ന് നാം ഒരിക്കലും തിരിച്ചറിയുന്നില്ല. കാരണം താരിപ്പുകളുടെ മേൽക്കോയ്മ അല്ലെങ്കിൽ ആധിപത്യം അത്ര വലുതാണ് എന്നതുകൊണ്ട് മാത്രം. ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല. നാം അല്പം ഒന്ന് ആലോചിച്ചാൽ, നാം ഒരു ഞായറാഴ്ച അല്ലെങ്കിൽ 50 ഞായറാഴ്ചകളിൽ ആരാധിക്കാനായിട്ട് പള്ളിയിലേക്ക് പോയില്ല എങ്കിൽ നമ്മുടെ നമ്മുടെ അറ്റൻഡൻസ് ഇല്ലാത്തതിൻ്റെ ലിസ്റ്റ് എടുത്ത് വെച്ച് നമ്മളോട് കോപിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. വാസ്തവത്തിൽ അങ്ങനെ സങ്കല്പിച്ചിട്ട് സ്നേഹമാണെന്ന് പറയാനും സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ എളിയ അഭിപ്രായത്തിൽ നാം ദൈവത്തിന് കരം കൊടുക്കുന്നത് പോലെയല്ല ആരാധിക്കേണ്ടത്, മറ്റ് എന്തുകൊണ്ടോ ആണ്. അതെന്താണ് എന്ന ഒരു ചെറിയ അന്വേഷണമാണ് ഈ വീഡിയോയുടെ മുഖ്യ ലക്ഷ്യം. ഇതിൻ്റെ ഒരു ചെറിയ ഒരു സൂചന എന്ന നിലയിൽ ഉൽപ്പത്തി പുസ്തകം ആദ്യ അധ്യായത്തിൽ ദൈവം സൃഷ്ടിക്കുന്നു. 6 ദിവസം ഭൂമിയും എല്ലാം സൃഷ്ടിച്ച ശേഷം 7-ാം ദിവസം ദൈവം വിശ്രമം പ്രാപിക്കുന്നു. ഗോഡ് റെസ്റ്റ് ഓൺ ദ 7th ഡേ എന്ന് പറയും. അപ്പോൾ ഈ പ്രവൃത്തിയും വിശ്രമവും. അപ്പോൾ ഈ വിശ്രമം എന്ന് പറഞ്ഞാൽ നാം പലപ്പോഴും ധരിച്ചിരിക്കുന്നത് അധ്വാനമില്ലാത്ത അവസ്ഥയാണ് വിശ്രമം എന്നുള്ളതാണ്. അത് നമ്മുടെ പ്രാകൃതമായ ഒരു ധാരണയാണ്. യഥാർത്ഥത്തിലുള്ള വിശ്രമം അതല്ല. ഈ ഒരു ഉദാഹരണത്തെ മനസ്സിൽ വെച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, യഥാർത്ഥ വിശ്രമം എന്ന് പറഞ്ഞാൽ നാം ചെയ്യുന്ന പ്രവൃത്തികൾ, അവയുടെ അർത്ഥം എന്താണ്, അതിൻ്റെ അർത്ഥങ്ങൾ ഏത് തലത്തിൽ വരെ പോകാൻ സാധ്യതയുണ്ട് എന്ന് വേറിട്ട് വന്ന് അന്വേഷിക്കുന്ന അവസ്ഥയാണ് വിശ്രമം. അധ്വാനരാഹിത്യം വിശ്രമമല്ല. അത് മനസ്സിലാക്കാൻ വലിയ പ്രയാസം ഉണ്ടാകേണ്ട. നമുക്ക് ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയിൽ നാം വളരെയധികം അസ്വസ്ഥത അനുഭവിക്കും, റെസ്റ്റ്ലെസ്നെസ്, യാതൊരു സംശയവുമില്ല. അപ്പോൾ അധ്വാനമില്ലാത്ത അവസ്ഥയാണ് ഈ ആശ്വാസം എന്ന് പറയുന്നത് വലിയ മണ്ടത്തരമാണ്. ദൈവം വിഭാവന ചെയ്ത ഈ ജീവിതത്തിൻ്റെ ആ താളം, ദ റിഥം ഓഫ് ലൈഫ്, അതെങ്ങനെയാണ്? അധ്വാനവും അന്വേഷണവും. ആധുനിക മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദാരിദ്ര്യം അവൻ്റെ ജീവിതം മുഴുവനും അധ്വാനം കൊണ്ട്, പ്രവൃത്തി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവന് അന്വേഷിക്കുവാൻ സാവകാശമില്ല. ഞാൻ ഈ ചിന്ത എൻ്റെ മനസ്സിൽ വരുമ്പോഴൊക്കെയും ഏറ്റവും കൂടുതലായി ഓർക്കുന്നത് 2 കൂട്ടരെയാണ്. ഒന്ന് ഡോക്ടേഴ്സ്, 2 പൊളിറ്റീഷ്യൻസ്. ഈ 2 കൂട്ടരാണ് ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്നത്. ഞാൻ വിദ്യാഭ്യാസത്തിൽ പ്രവർത്തിച്ചു. ഒരു അധ്യാപകൻ, കോളേജ് ലെവലിൽ അല്പം സീനിയോറിറ്റിയുള്ള ഒരു അധ്യാപകൻ 14 മണിക്കൂർ ഒരാഴ്ച പഠിപ്പിക്കുന്നു. ജൂനിയർ ആയിട്ടുള്ള ആളാണെങ്കിൽ 18 മണിക്കൂർ പഠിപ്പിക്കുന്നു. ഇത് വലിയ ഭാരമായിട്ടാണ് എനിക്ക് പരിചയമുണ്ടായിരുന്നവരിൽ 99% ആളുകളും പറഞ്ഞിട്ടുള്ളത്. വർക്ക് ലോഡ് എന്ന് പറയും. തലയിലിങ്ങനെ
തലയിൽ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുന്ന വർക്ക് ലോഡ്, ഹെഡ് ലോഡ് തൊഴിലാളികളെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതേ മനോഭാവത്തിലാണ് ഇതിനെപ്പറ്റി പരാമർശിക്കുന്നത്. എന്നാൽ ഒരു ഡോക്ടർ ഒരു ആഴ്ച, ഒരു ടീച്ചർ ഒരാഴ്ച 14 അല്ലെങ്കിൽ 16 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ, ഒരു ഡോക്ടർ അതേ ആഴ്ച 40 മുതൽ 50 മണിക്കൂർ വരെ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ അതാരും പരിഗണിക്കാറില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, അതാണ് ദുഃഖകരമായ കാര്യം. എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് അവരുടെ വ്യക്തിത്വത്തെ വേണ്ടതുപോലെ വളർത്തിയെടുക്കുവാനുള്ള സാവകാശം ലഭിക്കുന്നില്ല. വാസ്തവത്തിൽ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളവും അതേത് തലത്തിൽ ജോലി ചെയ്താലും ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്ത് ആ ഡോക്ടറുടെ വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വമാണ് വാസ്തവത്തിൽ ഒരു രോഗിക്ക് ആശ്വാസം പകരുന്നത്. രോഗി പ്രാപിക്കുന്ന ആ സൗഖ്യത്തിൽ വളരെ പ്രാധാന്യമായി പ്രവർത്തിക്കുന്നത് ആ ഡോക്ടറുടെ വ്യക്തിത്വമാണ്. പക്ഷേ ആ വ്യക്തിത്വം വേണ്ടതുപോലെ വളർത്തിയെടുക്കുവാനുള്ള സാവകാശം ഡോക്ടറുടെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല. ഇതൊരു വലിയ നഷ്ടം തന്നെയാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയക്കാർ, അവർ വളരെയധികം അധ്വാനിക്കുന്നു. പക്ഷേ കൂടുതൽ നാം ഇന്ന് കാണുന്നത് വ്യക്തിത്വമില്ലാത്ത രാഷ്ട്രീയ നേതാക്കന്മാർ, വ്യക്തിത്വമില്ലാത്ത അതികായന്മാരായ നേതാക്കന്മാർ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങൾ, നമ്മുടെ മുമ്പിൽ കളിക്കുന്ന പൊറാട്ട് നാടകങ്ങൾ, അതിൻ്റെ ഓരോ അനുഭവങ്ങൾ ഇപ്പോൾ നമ്മുടെ മുൻപിൽ തെളിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഇത് വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ സംഭവിക്കുന്നത് വ്യക്തിത്വത്തിൽ വരുന്ന ശോഷിപ്പ് കൊണ്ടാണ്. ദി ഡ്വിൻഡ്ലിങ് ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റി. ഇതൊരു വലിയ ദാരിദ്ര്യം തന്നെയാണ്. ഇതിൻ്റെ മൂലകാരണം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാവരും അധ്വാനിക്കുന്നു, പൂർവാധികമായി അധ്വാനിക്കുന്നു. പീപ്പിൾ ആർ വെരി ആക്റ്റീവ് ആൻഡ് വെരി ഡൈനാമിക്. എന്നാൽ തങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ അർത്ഥം എന്താണെന്ന് അന്വേഷിക്കാനുള്ള ഒരു സാവകാശമില്ല. മാത്രവുമല്ല, നാം കൂടുതൽ അധ്വാനിക്കുന്നു എന്നത് മാത്രമല്ല, നാം ഉൾപ്പെട്ടിരിക്കുന്ന സംസ്കാരം ധൃതിയുടെ ഹറി എന്ന് പറയും. ഈ മാത്യു ആർണൾഡ്, ആംഗലേയ കവിയായ മാത്യു ആർണൾഡ് പറയും, ദി സിക്ക് ഹറി ആൻഡ് ഡിവൈഡഡ് എയിംസ് ഓഫ് മോഡേൺ ലൈഫ്. ആളുകളങ്ങ് വാലയിൽ തീ കത്തിയതുപോലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും സമയമില്ല. ഐ ആം ബിസി എന്ന് പറഞ്ഞ് നടക്കും. എന്താ ചെയ്യുന്നത് നമുക്കറിഞ്ഞുകൂടാ. എല്ലാവരും ബിസിയാണ്. അതുകൊണ്ട് ഇപ്പോൾ പലരും എന്നോട് പറയും, തൻ്റെ വീഡിയോ 30 മിനിറ്റൊക്കെയാണ്, കൂടിപ്പോയാൽ ഞങ്ങൾക്ക് 2 മിനിറ്റ് 3 മിനിറ്റേ കാണാൻ സമയമുള്ളൂ, ബാക്കിയുള്ള സമയമോ ഞങ്ങൾ ബിസിയാണ്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ബിസിയാണ്. പക്ഷെ അതിൻ്റെ പ്രശ്നം എന്താണ്? നമുക്കൊരിക്കലും ഏതെങ്കിലും ഒരു വിഷയം വേണ്ടതുപോലെ ശ്രദ്ധിച്ച് അതിനെ അന്വേഷിച്ച് ആഴങ്ങളിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് വലിയ ദാരിദ്ര്യത്തിലാണ് നാം കഴിയുന്നത് എന്ന യാഥാർത്ഥ്യം പലരും മനസ്സിലാക്കാതെ പോകുന്നു. അതിൻ്റെ കെടുതികൾ അനുഭവിക്കുന്നുവെങ്കിലും അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് കൂടെ മനസ്സിലാക്കാനുള്ള സാവകാശമില്ലാത്തതുകൊണ്ട്, എപ്പോഴും വാലിൽ തീ കത്തിക്കൊണ്ടേയിരിക്കുന്നത് കൊണ്ട് മനുഷ്യൻ ഇപ്രകാരം ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ദ സിക്ക് ഹറി ആൻഡ് ഡിവൈഡഡ് എയിംസ് ഓഫ് മോഡേൺ മാൻ. ഓർക്കാൻ എളുപ്പമാണ് ആ ഫ്രേസ്, ദ സിക്ക് ഹറി ആൻഡ് ഡിവൈഡഡ് എയിംസ് ഓഫ് മോഡേൺ മാൻ. അപ്പോൾ ഇവിടെ നാം കാണുന്നത് ദൈവം സൃഷ്ടിച്ച ഈ ഒരു താളം, ജീവിതത്തിൻ്റെ താളം എന്താണ്? പ്രവൃത്തി, അതിൻ്റെ അന്വേഷണം. ദ ബാലൻസ് ബിറ്റ്വീൻ ആക്ഷൻ ആൻഡ് കോൺടെംപ്ലേഷൻ എന്ന് വേണം പറയാം. ധ്യാനിക്കുക, അന്വേഷിക്കുക. നാം എന്താണ് ചെയ്യുന്നത്? നാം എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? നാം എവിടേക്കാണ് പോകുന്നത്? നമ്മുടെ അവസ്ഥ എന്താണ്? നാം എപ്രകാരം ആയിത്തീരണം? എൻ്റെ ഉള്ളിലുള്ള സാധ്യതകൾ എന്താണ്? എൻ്റെ ഇപ്പോഴത്തെ സമീപനം, ജീവിതത്തോടുള്ള എൻ്റെ ഇപ്പോഴത്തെ സമീപനത്തിൽ കൂടെ ഞാൻ യഥാർത്ഥത്തിൽ ആരാണ് എന്ന യാഥാർത്ഥ്യത്തോട് നീതി പുലർത്താൻ എനിക്ക് കഴിയുന്നുണ്ടോ? എന്നെ സൃഷ്ടിച്ച ദൈവം വിഭാവന ചെയ്യുന്നത് എന്താണ്? എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? അതിന് അനുസരിച്ച് എനിക്ക് ഉയരാൻ കഴിയുന്നുണ്ടോ? ഞാൻ ഇപ്പോൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എത്രമാത്രം എനിക്കിനി വളരുവാൻ ആവശ്യമുണ്ട്? ഇങ്ങനെയുള്ള അന്വേഷണം നമ്മുടെ ഇടയിൽ, നമ്മുടെ വ്യക്തിത്വത്തിൽ ഇല്ലാത്തതാണ് ഏറ്റവും വലിയ ദാരിദ്ര്യം. അല്ലാതെ നമുക്ക് ഭാരം കൂടിയിട്ടല്ല, അർത്ഥം കുറഞ്ഞിട്ടാണ്.
It is not that work has increased, it is that significance has decreased. ഇപ്പോൾ നിങ്ങളൊരു വര വരച്ചു. ആ വര വലുതാക്കാൻ അതിൽ തൊടാതെ എന്ത് ചെയ്യണം? അതിൻ്റെ താഴെ അതിനേക്കാൾ കൊച്ച് ഒരു വര വരച്ചാൽ മതി. അതാണ് സംഭവിച്ചത്. നമ്മുടെ ആദ്യത്തെ വര അധ്വാനവും, രണ്ടാമത്തെ വര അത് വര പോലെ വലിയൊരു പൊട്ടുപോലെ അത് അതിനെപ്പറ്റിയുള്ള ചിന്തകളും. അതിൻ്റെ അർത്ഥം ഈ വരയും അല്ലെങ്കിൽ ജോലിയും പ്രവൃത്തിയും അതിൻ്റെ അർത്ഥവും തമ്മിലുള്ള അസന്തുലിതയാണ്, ഇംബാലൻസാണ് നമ്മുടെ പ്രശ്നം. അതാണ് ആധുനിക മനുഷ്യൻ്റെ രോഗം. ഇത് എക്കാലത്തും ഒരു പ്രശ്നമായിരുന്നു. മനുഷ്യനെ സൃഷ്ടിച്ച നാൾ മുതൽ അധ്വാനം, പക്ഷെ അധ്വാനിക്കുമ്പോൾ തന്നെ അവൻ്റെ തന്നെ ജീവിതത്തിൻ്റെ അർത്ഥവും ലക്ഷ്യവും അന്വേഷിക്കാനുള്ള അവൻ്റെ കടമ. ആ ഒരു അന്വേഷണ ബുദ്ധിക്ക് അവസരമുണ്ടാക്കുക എന്നതാണ് ശബത്തിൻ്റെ ലക്ഷ്യമെന്ന് ആരും പറയുന്നില്ല. പറയാൻ പേടിയാണ്. ദൈവം 7-ാം ദിവസം വിശ്രമിച്ചു എന്ന് പറയുമ്പോൾ ദൈവം കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങിയെന്നല്ല എൻ്റെ അർത്ഥം. തൻ്റെ സൃഷ്ടിയുടെ തന്നെ യഥാർത്ഥ അർത്ഥം എന്താണ്? ഇത് ഒരുപക്ഷെ നിങ്ങൾക്ക് ചിന്താക്കുഴപ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പം ഞാൻ പുസ്തകം എഴുതുന്നൊരു വ്യക്തിയാണ്. ഏതാണ്ട് 20 പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒരു പുസ്തകം എഴുതാൻ ആരംഭിക്കുമ്പോൾ എൻ്റെ അവസ്ഥ അത് ഒരു ലെവലിലാണ്. ഈ ഒരാശയം മനസ്സിൽ വന്ന ശേഷം അതിനെ പിന്തുടർന്ന് 1, 2, 3 വർഷങ്ങൾ ഗവേഷണം ചെയ്ത് പലവിധമായ ആശയങ്ങൾ കണ്ടുപിടിച്ച് വായിച്ച് അന്വേഷിച്ച് ചിന്തിച്ച് ധ്യാനിച്ച് ഉള്ളിലിവയൊക്കെയും സംഗ്രഹിച്ച് ഒരു പ്രത്യേക അവസ്ഥയിൽ നാം കഴിയുന്നതുകൊണ്ട് നാം വളരുന്നു. അത് ഒരു പരിധി എത്തുമ്പോൾ ഇനി ഇത് എഴുതാം എന്ന ഒരു ധൈര്യം ഉള്ളിൽ എങ്ങനെയോ ഉദിക്കുന്നു. അപ്പോൾ എഴുത്താരംഭിച്ചേ മതിയാവും. പിന്നെ കാത്തിരിക്കാൻ സാധ്യമല്ല. എന്നാൽ എഴുതുന്ന പ്രക്രിയയിൽ കൂടെ വീണ്ടും വളരുന്നു. അത്ഭുതകരമായി അതുവരെ കാണാത്ത പല കാര്യങ്ങളും തെളിഞ്ഞു വരുന്നു. അതാണ് എഴുത്തിൻ്റെ ഒരു പ്രത്യേകമായ സന്തോഷം. അതൊരു വലിയ വലിയ വിരുന്നാണ്. എഴുതുക എന്നതൊരു വലിയ ആന്തരികമായ വിരുന്നാണ്. ഞാൻ ആസ്വദിച്ച ഏറ്റവും വലിയ വിരുന്ന് എഴുത്താണ്. അപ്പോൾ അങ്ങനെ ഉരുത്തിരിഞ്ഞ് വരുന്നൊരു പുസ്തകം ഞാൻ എഴുതിയതാണെങ്കിലും പലപ്പോഴും അത് വീണ്ടും വായിക്കുമ്പോൾ അതിൽ നിന്ന് എനിക്ക് പഠിക്കാൻ കാര്യങ്ങളുണ്ടായിരിക്കും. അതാണ് പ്രത്യേകത. അപ്പോൾ നാം ഒരു പ്രവൃത്തി ചെയ്തു, അതിനെ ഒന്ന് പരിഗണിക്കേണ്ട ആവശ്യമുണ്ട്. ചിലപ്പോൾ ആദ്യത്തെ ഡ്രാഫ്റ്റ് കഴിഞ്ഞത് വായിച്ചു നോക്കുമ്പോൾ അതിൽ വളരെ അപാകതയുണ്ട്, പോരായ്മയുണ്ട്, അത് മനസ്സിലാകും. അതിനെ പരിഗണിക്കുക. അതിൻ്റെ അർത്ഥം അതെവിടെ പോകണം, അതിൻ്റെ രൂപം എന്താണ്, രുചി എന്താണ്, ഉള്ളടക്കം എന്താണ്, ഇതുകൊണ്ട് എന്ത് സംഭാവനയാണ് മനുഷ്യരാശിക്ക് നൽകുന്നത്. ഇങ്ങനെയൊരു പരിഗണന, ഒരു അന്വേഷണം, അതിനോട് തന്നെ ഒന്ന് പരിചയപ്പെടൽ, ഇത് വളരെ ആവശ്യമാണ്. നമ്മുടെ എല്ലാ പ്രവൃത്തികളെ സംബന്ധിച്ചിടത്തോളം ഇത് അന്വർത്ഥമാണ്. ഈ അന്വേഷണ ബുദ്ധി വളർത്തിയെടുക്കണമെന്നാണ് യേശു പറഞ്ഞത്. അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും. അത് ദൈവം നമുക്ക് നൽകിയ മാതൃകയാണ്. 7-ാം ദിവസം വിശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അന്വേഷിച്ചു എന്നാണ് എൻ്റെ അർത്ഥം. യാതൊരു സംശയവും വേണ്ട. ഈ അന്വേഷണമാണ് വാസ്തവത്തിൽ ശബത്ത് നാളിൻ്റെ ആന്തരികമായ ഊർജം എന്നതാണ് അടിസ്ഥാനപരമായ സത്യം. പക്ഷേ യഹൂദനും ക്രിസ്ത്യാനിയും അത് തിരിച്ചറിയുന്നില്ല. എന്ത് ചെയ്യാനാണ്? അതുകൊണ്ട് അന്വേഷണമില്ലാത്ത ആരാധന അർത്ഥശൂന്യമാണ്. അത് മനുഷ്യ അന്തസ്സിനെ കൊഞ്ഞനം കാണിക്കുന്ന പരിപാടിയാണ്. പക്ഷേ അത് മാത്രമാണ് നമ്മൾ നിലനിർത്തുന്നത് എന്നത് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് വ്യക്തമായി യേശു പറയുന്നത്, ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അന്വേഷണ ബുദ്ധിയില്ലാത്ത ആത്മാവുണ്ടോ? അന്വേഷണ ബുദ്ധിയില്ലാത്ത സത്യമുണ്ടോ? യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് അന്വേഷണത്തിൻ്റെ ആത്മാവാണ്. അത് യേശു പറഞ്ഞതാണ്, എൻ്റെ ആശയമല്ല. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത്? പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുമ്പോൾ കാര്യസ്ഥൻ, പാരക്ലീറ്റ്, ഹെൽപ്പർ നിങ്ങളിൽ വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തും. പരിശുദ്ധാത്മാവ് അന്വേഷണത്തിൻ്റെ ആത്മാവാണ് എന്ന് ക്രിസ്ത്യാനിക്ക് അറിഞ്ഞുകൂടാ. അതിന് പകരം പരിശുദ്ധാത്മാവ് വന്നാൽ ഭ്രാന്തന്മാരെ പോലെ ഇങ്ങനെ കിടന്ന് തുള്ളും ചാടും,
പൊട്ടത്തരം മാത്രം. ഭാഷയോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ അപമാനം മറുഭാഷ. മറുഭാഷ എന്ന് പറഞ്ഞാൽ മറുതായുടെ ഭാഷയാണ് മറുഭാഷ. കള്ളം മാത്രം നിറഞ്ഞു നിൽക്കുന്ന വികൃതം. അതിന് നീറ്റ്ഷെ ഒരു നല്ല വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, ഗാസ്ലി അഗ്ലിനെസ്. ഗാസ്ലി അഗ്ലിനെസ് എന്ന പദമാണ് ഇത് ഉപയോഗിക്കുന്നത്. അത് വളരെ പര്യാപ്തമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് അന്വേഷണത്തിൻ്റെ ആത്മാവാണ്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഈ യുഗത്തിൻ്റെ ആത്മാവിൻ്റെ അടിമത്വത്തിൽ നിന്ന് നിങ്ങളെ വിടുവിപ്പാനല്ലോ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്. അത് മനസ്സിലാക്കുമ്പോൾ നാം ഈ യുഗത്തിൽ വളരുമ്പോൾ, വസിക്കുമ്പോൾ, ഈ യുഗത്തിൻ്റെ ആത്മാവ് നമ്മെ സ്വാധീനിച്ച് അതിൻ്റെ കുടക്കീഴിൽ നിർത്തിയിരിക്കും. അതിൻ്റെ ചട്ടക്കൂടിൽ നിന്ന് മാത്രമേ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് സാധ്യമാകുകയുള്ളൂ. അപ്പോൾ അതിനോട് അനുരൂപരായിരിക്കുക. എന്നാൽ ആ ഒരു അടിമത്വത്തിൽ നമുക്ക് വിടുതൽ പ്രാപിക്കണമെങ്കിൽ എന്ത് വേണം? അന്വേഷണ ബുദ്ധി ഉണ്ടാകണം. ഈ യുഗത്തിൻ്റെ പരിമിതിക്ക് അപ്പുറത്ത് നമുക്ക് പോകണമെങ്കിൽ അന്വേഷിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ആ ആത്മാവാണ് പരിശുദ്ധാത്മാവാണ് എന്നാണ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. അതാർക്ക് കേൾക്കണം? പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ ആത്മാവാണെന്ന് പറയുന്നു. പ്രകടമായത് മാത്രമാണോ സത്യം? സത്യത്തെ അന്വേഷിച്ച് കണ്ടുപിടിക്കണ്ടേ? യേശു സത്യമായതുകൊണ്ടാണ് കാണാതെ പോയതിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനായിട്ട് വന്നത്. അന്വേഷണമില്ലാത്ത സത്യമില്ല. എന്നാൽ അന്വേഷണത്തെ പുറന്തള്ളുന്ന സഭയുടെ ഈ രൂപം, അവസ്ഥ എത്ര ഭീകരമാണ്. ഇതുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ അന്വേഷിക്കുന്നവരെ തീയിട്ട് വെന്തിരിച്ച് കണ്ട് സന്തോഷിച്ച വിശുദ്ധന്മാരായ മെത്രാന്മാരുണ്ടായിരുന്നു. സ്പാനിഷ് ഇൻക്വിസിഷനൊക്കെ ഓട്ടോ ഡെഫ എന്ന് പറയും. അതായത് അവിശ്വാസികൾ എന്ന് അവർ ധരിച്ച ആളുകളെ പിടിച്ച് തീയിലിട്ട് അവരെ എരിയുന്നത് കണ്ട് സന്തോഷിക്കുക. അതൊരു പബ്ലിക് ഫങ്ഷനായിരുന്നു. അതിന് കൊടുത്ത പേരാണ് ഓട്ടോ ഡെഫ, തീയിലിട്ട് നശിപ്പിച്ച് കളയുക. ഇപ്പോഴും ഭാരതത്തിൽ കമ്മ്യൂണൽ റൈറ്റ്, വർഗീയതകൾ നടക്കുമ്പോൾ അതിലുപയോഗിക്കുന്ന ഏറ്റവും വലിയ 2 ആയുധങ്ങളാണ്. ഒന്ന് തീയ്, 2 റേപ്പ്. ഇതിനെല്ലാം ചരിത്രപരമായ പല ധ്വനികളുണ്ട്. ദർ ആർ മെനി ഹിസ്റ്റോറിക്കൽ എക്കോസ്. അത് എത്ര തിരിച്ചറിയുന്നു എനിക്കറിയില്ല. തീയും ബലാത്സംഗവും ഇല്ലാത്ത ഒരു വർഗീയതകളെയുമില്ല. അതിന് തത്വങ്ങളുണ്ട്, അതിന് ചരിത്രമുണ്ട്. ഞാനതിലേക്ക് പോയാൽ സമയം കൈവിട്ടു പോകും. അപ്പോൾ ആരാധന എന്നാൽ എന്താണ്? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 2 ഘടകങ്ങൾ. ഏറ്റവും ലളിതമായി ഞാൻ ഈ കാര്യം അവതരിപ്പിക്കാൻ പോകുകയാണ്. നമ്മളെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 2 ഘടകങ്ങളുണ്ട്. ഒന്ന്, നാം ചെയ്യുന്ന പ്രവൃത്തികൾ. യേശു പറഞ്ഞു, ഒരു വൃക്ഷത്തെ തിരിച്ചറിയേണ്ടത് അതിൻ്റെ ഫലങ്ങൾ കൊണ്ടാണ്. സാമൂഹ്യമായി നാം പറയുമ്പോൾ ഒരു വ്യക്തി പുറപ്പെടുവിക്കുന്ന ഫലങ്ങൾ അവൻ്റെ പ്രവൃത്തിയിലാണ്, പ്രവൃത്തിയിൽ കൂടെയാണ്. അതാണ് ബാഹ്യമായ മനുഷ്യർ കാണുന്നത്. നാം എന്ത് ചെയ്യുന്നു? അപ്പോൾ അത് പ്രധാനപ്പെട്ടൊരു ഘടകം തന്നെയാണ്. നാം എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നതിൽ നിന്ന് നാം മാറി നിൽക്കുന്നു. രണ്ടാമത്തെ ഘടകം നാം ആരായിരിക്കുന്നു എന്നുള്ളതാണ്. നാം ആരായിരിക്കുന്നു. സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യം നാം എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാം ആരായിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് തമ്മിലുള്ള ബന്ധമാണ് ആത്മീയത. നാം ആകുന്നതും നാം ചെയ്യുന്നതും തമ്മിലുള്ള ബന്ധമാണ് ആത്മീയത. അപ്പോൾ നാം ആരാകുന്നു എന്ന ചോദ്യം ചോദിച്ചു വരുമ്പോൾ അതിന് 2 ഘടകങ്ങളുണ്ട്. ഒന്ന്, നാം ഇപ്പോൾ ആരാകുന്നു. 2, നാം ആരാകണമായിരുന്നു, അല്ലെങ്കിൽ നാം ആര് ആകേണ്ടവരാണ്. നാം അവിടെ എത്തിയിട്ടില്ല. ആ മഹനീയമായ തലത്തിലേക്ക് ഉയരുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ അപ്രകാരം നാം വളരണമെന്നും ഉയരണമെന്നും ദൈവം നമ്മെപ്പറ്റി കാംക്ഷിക്കുന്നു. അതിന് നൽകുന്ന ഉത്തേജനങ്ങളാണ്, ഇൻസ്പിറേഷൻസാണ് ആത്മീയത. അപ്പോൾ നാം ആരാധിക്കുമ്പോൾ നാം വലിയ വലിയ പ്രവൃത്തികൾ ചെയ്തു എന്നുള്ളതല്ല. നമ്മുടെ ഏറ്റവും നല്ല അവസ്ഥയിൽ ഇരുന്നു കൊണ്ടാണ് നാം ആരാധിക്കുന്നത്. ഇപ്പം നാം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ
നമ്മളെല്ലാവരും വിശുദ്ധന്മാരാണ്. എല്ലാവരും വിശുദ്ധന്മാരാണ്. വത്തിക്കാൻ നമ്മളെ വിശുദ്ധന്മാരെ പ്രഖ്യാപിക്കേണ്ട കാര്യമൊന്നുമില്ല. ദൈവസ്നേഹത്തിൽ എഴുതാൻ നാം വിശുദ്ധന്മാരാണ്. നല്ല നല്ല ചിന്തകൾ, ഏറ്റവും മഹനീയമായ ചിന്ത, ശത്രുക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു കളയും, ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കളയും. പക്ഷേ അടുത്ത ഇരിക്കുന്ന ആളിനോട് സമാധാനമായിട്ട് ജീവിക്കാനൊക്കത്തുമില്ല. ഇതാണ് ഓർത്തഡോക്സ് സഭയും യാക്കോബ സഭയും ലോക സമാധാനം വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ അവർ രണ്ടും കൂടെ നിരത്തിൽ വന്നാൽ, റോഡിൽ വന്നാൽ പരസ്പരം അടിക്കുകയും കടിക്കുകയും തൊഴിക്കുകയും ചെയ്യും. ഇതാണ് പരിപാടി. എന്നാൽ ആരാധിക്കുമ്പോൾ ലോക സമാധാനത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു കളയും. പാവപ്പെട്ടവർക്കും പട്ടിണി ഇരിക്കുന്നവർക്കും ദുഃഖത്തിലായിരിക്കുന്നവർക്കും കണ്ണുനീരിൽ ഒഴിക്കുന്നവർക്കും മരണത്തിൻ്റെ ഭീതിയിലിരിക്കുന്നവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു കളയും. പക്ഷേ അങ്ങനെ ഒരു യാഥാർത്ഥ്യം ഉണ്ട് എന്ന പ്രാർത്ഥന കഴിഞ്ഞാൽ നമ്മൾ മറന്നു കളയും. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ ആരാധിക്കാൻ ഇരിക്കുമ്പോഴാണ് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും മഹനീയമായ ഒരവസ്ഥ നാം പ്രാപിക്കും. ആ അവസ്ഥ നമുക്ക് നിലനിർത്താൻ കഴിയുമോ? നാം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, നാം പള്ളിയിലിരിക്കുമ്പോൾ, ആരാധിക്കാനിരിക്കുമ്പോൾ, നാം കുമ്പസാരിക്കുമ്പോൾ നാം ഏതവസ്ഥയിലാണ്? ആ അവസ്ഥ എത്ര മണിക്കൂർ നമുക്ക് നിലനിർത്താൻ കഴിയുന്നു? 5 മിനിറ്റ്, 10 മിനിറ്റ്, 1 മണിക്കൂർ, ഒരു ദിവസം മുഴുവനും? അതാണ് ആരാധന. ആരാധന എന്ന് പറയുമ്പോൾ നാം ഞായറാഴ്ച അവിടെ പോയിരിക്കുന്ന 1.5 മണിക്കൂർ 2 മണിക്കൂർ മാത്രമല്ല. ആരാധന എന്ന് പറഞ്ഞാൽ അങ്ങനെ നാം ആയിരുന്നത് കൊണ്ട് ഇനി വരുന്ന ആഴ്ചയിൽ മുഴുവനും എത്ര മഹനീയമായ വ്യക്തിത്വത്തോടുകൂടെ നമുക്ക് ജീവിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുന്നു എന്നത് മുഴുവനും ഈ ആരാധനയിൽ ഉൾക്കൊള്ളുന്നതാണ്. നമ്മുടെ ചിന്തയിൽ ഞായറാഴ്ച ആരാധന അവസാനിക്കുന്നു. പുരോഹിതൻ ആശീർവാദം പറഞ്ഞ് ആമേൻ പറഞ്ഞു പോയാൽ ആരാധന അവസാനിക്കുന്നു. ഇത് വളരെ വളരെ അസത്യം നിറഞ്ഞ, യാതൊരു ആത്മീയ പ്രസക്തിയുമില്ലാത്ത വെറും മണ്ടത്തരം മാത്രം നിറഞ്ഞൊരു ആശയമാണ്. യഥാർത്ഥത്തിൽ ശബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നാം ഇപ്രകാരം ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും നാം കൂടി വന്ന് ആരാധിക്കുന്നു. ആ അവസ്ഥയിൽ നാം വളരെ വളരെ ഏറ്റവും മഹത്തരമായ വ്യക്തിത്വത്തിൻ്റെ ഉടമകളാണ്. നാം എല്ലാവരും മാലാഖമാരാണ്. പക്ഷേ ആശീർവാദം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോലാഹലമാരാണ്. ഈ പരിപാടി തെറ്റാണ്. നാം ഏത് മഹനീയമായ അവസ്ഥയിൽ ഇരുന്ന് ആരാധിക്കുന്നു അതേ അവസ്ഥ ആ വരുന്ന ആഴ്ച മുഴുവനും അടുത്ത ഞായറാഴ്ച ആരാധനയ്ക്ക് പള്ളിയിൽ വരുന്നത് വരെ നമുക്ക് നിലനിർത്താൻ കഴിഞ്ഞുവെങ്കിൽ നാം ആരാധിച്ചു, ഇല്ലെങ്കിൽ നാം സമയം വെറുതെ കളഞ്ഞു. അതുകൊണ്ടാണ് പ്രസിദ്ധ ശാസ്ത്രജ്ഞനായിരുന്ന ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞത്, നിങ്ങൾക്ക് സമയം കളയാൻ എന്തെല്ലാം മാർഗമുണ്ട് എന്ന് അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും സമർത്ഥമായി, ഏറ്റവും തൃപ്തികരമായി നിങ്ങളുടെ സമയം വൃഥ കളയണമെങ്കിൽ എന്നോട് ചോദിക്കൂ, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആരാധിക്കണം. നിങ്ങൾ ആരാധിക്കണം. ഇഫ് യു വോണ്ട് ടു വേസ്റ്റ് യുവർ ടൈം പ്ലീസ് വേർഷിപ്പ് എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ്. അപ്പോൾ ദയവായി മനസ്സിലാക്കുക, ശബത്ത് എന്ന് പറയുന്നൊരു ആശയമുണ്ട്. ആരാധന നമുക്ക് അനിവാര്യമാണ്. പക്ഷെ ആരാധന എന്താണെന്നറിയാതെ യാന്ത്രികമായി താരിപ്പിൻ്റെ അടിമകളായി നമ്മൾ ഒരു സ്ഥലത്ത് പോയിരിക്കുന്നു. അവിടെ മാത്രം ദൈവം ഇരിക്കുന്നു. ദൈവത്തെ വിളിക്കുമ്പോൾ മാത്രം ഉള്ളിൽ അല്പം വെളിച്ചമുണ്ടാകണം, ബാക്കിയുള്ള സമയത്തൊക്കെ ഇരുട്ടിൻ്റെ ആത്മാവായി ഞാൻ പ്രവർത്തിച്ചു കൊള്ളും എന്നുള്ള ഈ ഒരു സമീപനം വളരെ പരിതാപകരമാണ്, അപഹാസ്യമാണ്. പള്ളിയേക്കാൾ സമൂഹം വിശുദ്ധമാണ് എന്ന ഒരു ദർശനം നാം പ്രാപിക്കുന്നു. പള്ളിയിൽ ഒതുങ്ങി നിൽക്കാതെ സർവ്വലോകത്തെയും സ്നേഹത്തിൻ്റെ കണ്ണിൽ കൂടെ കാണുകയും നീതിയുടെ കരുണയുടെ കരങ്ങളാൽ താലോലിക്കുകയും ചെയ്യുന്ന, സർവ്വലോകത്തിൻ്റെയും സമാധാനത്തിനും പ്രത്യാശയ്ക്കും വേണ്ടി മനുഷ്യബുദ്ധിയെ കവിയുന്ന വില കൊടുത്ത സ്നേഹനിധിയായ ദൈവം, ആ കരുണയുടെ കണ്ണ് ഈ സൃഷ്ടിയിലാകമാനം പരന്നിരിക്കുന്നു. ഓരോ കണികയിലും അതിൻ്റെ വെളിച്ചം നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് എലിസബത്ത് ബാരറ്റ് ബ്രൗണിങ് ഒരു കവിതയിൽ പറയുന്നത്, ദ എർത്ത് ഈസ് ക്രഷ്ഡ് അണ്ടർ ദ പ്രസൻസ് ഓഫ് ഗാഡ്. ദ എർത്ത് ഈസ് ക്രഷ്ഡ് അണ്ടർ ദ പ്രസൻസ് ഓഫ് ഗാഡ്. എവിടെ അത്
ലോകത്ത് മുഴുവനും മുറ്റി നിൽക്കുകയാണ്. അതിന് പകരം അയാൾ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഒരു ചെറിയ കെട്ടിടം വെച്ചിട്ട് അവിടെ മാത്രമാണ്, അവിടെ മദ്ബഹായിലാണ് ദൈവം ഇരിക്കുന്നതെന്ന് പഠിപ്പിക്കുന്നവനെ എന്ത് ചെയ്യണം? നിങ്ങൾ ദയവായി പറയൂ. അപ്പോൾ അജ്ഞത കൊണ്ട് നടത്തുന്ന ഈ പൊറാട്ട് നാടകങ്ങൾ ദൈവത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന് മാത്രം വിനീതമായി ഏവരെയും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു.